ഹൈറിച്ച് എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ഒരു വലിയൊരു പ്രൊജക്റ്റാണ്, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റാണ് എന്നാണ് പറയുക. അതുപോലെ തന്നെ 200-ലധികം രാജ്യങ്ങളിലും ഇതുണ്ട്. പക്ഷേങ്കിൽ നിങ്ങളൊരു കാര്യം ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പൈസ ലാഭം കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഉത്തരം മുട്ടിപ്പോകും. അതിനുള്ള ആൻസർ എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് തന്നെയാണ്. മണി ചെയിൻ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ താഴെ ചേർക്കുന്ന ആൾക്കാരുടെ പണം എടുത്തിട്ടാണ് നിങ്ങൾക്ക് പൂൾ ഇൻകം തരുന്നത് എന്നാണ്. പക്ഷെങ്കിൽ അതവർക്ക് പറയാൻ പാടില്ലാത്ത ഒന്നാണ്. അത് പറഞ്ഞു തുടങ്ങിയാൽ ആൾക്കാർ തിരിച്ചു ചോദിക്കും, ഇത് തന്നെയല്ലേ മണി ചെയിൻ എന്ന്. അപ്പോൾ ഇത്ര നാളും മണി ചെയിൻ ചെയ്തിട്ടാണ് പൂൾ ഇൻകം തന്നത് എന്ന് ഇവർ ഒരിക്കലും സമ്മതിക്കില്ല. ആരൊക്കെ മനസ്സിലാക്കിയാലും ഏതൊക്കെ രേഖകൾ വെച്ച് സമർത്ഥിച്ചാലും ഇവർ സമ്മതിക്കില്ല ഇത് മണി ചെയിൻ ആണെന്ന്. അപ്പോൾ എന്തായാലും ഈ മണി ചെയിൻ്റെ അവസാനം കണ്ടിരിക്കുകയാണ്. ഇനി ഈ കമ്പനി തിരിച്ചു വരില്ല എന്ന് എല്ലാവർക്കും അറിയാം, ലീഡർമാർക്കും അറിയാം, ഇതിൽ പൈസ ഇട്ട ഓരോ ആൾക്കും അറിയാം. പക്ഷേങ്കിൽ ഇവർക്ക് അത് ഈ കേസ് മാക്സിമം എത്ര കാലം നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കുമോ അത്രയും കാലം നീട്ടിക്കൊണ്ടു പോകണം. എന്നിട്ട് ഇത് ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കാത്ത ഒരു സമയം ഉണ്ടാകുമ്പോൾ ഇവർ പുതിയൊരു കമ്പനിയുമായിട്ട് വരും. അപ്പോൾ അവർ പറയും, പണ്ട് ഹൈറിച്ച് എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു, അത് ചില കേസുകളിൽ പെട്ടാണ് ഇല്ലാണ്ടായിപ്പോയത്. ഇതും അതുപോലെ നല്ലൊരു കമ്പനിയാണ്, ഇതിൽ ആദ്യം ചേർന്ന് കഴിഞ്ഞാൽ ഹൈറിച്ചിലെ പോലെ ഒരുപാട് കോടികൾ നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കുമെന്ന്. അപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാർ എങ്ങനെയെങ്കിലും മണി ചെയിൻ ആയാലും കഞ്ചാവ് വിറ്റിട്ടായാലും മറ്റെന്ത് മാർഗത്തിലൂടെ ആയാലും പൈസ ഉണ്ടാക്കിയാൽ മതി എന്നുള്ള ചിന്തയുള്ളവർ ഇതിലും ചേരും. ബൈ.